മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന അവസരത്തിൽ നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. SBS പത്തനംതിട്ട സെന്ററിൻ്റെതായ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തില് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള വിഷയം എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്നുള്ളതായ വിഷയമാണ്. ഇന്ന് യോഗം ലീഡ് ചെയ്യുന്ന ജോസ് ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഗാനങ്ങൾ ആലപിക്കുന്ന ഷൗൽ വർഗീസ്, അദ്ദേഹത്തിന്റെ ഗാനവും കേൾക്കുവാനായിട്ട് തീർന്നു. ദൈവം മകനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വേളയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയത്തോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇന്നും ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് താല്പര്യപ്പെട്ട പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവവചന അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്നുള്ള വിഷയത്തില് മനുഷ്യന്റെ ഉത്ഭവം, ദ ഒറിജിൻ ഓഫ് മാൻ എന്നുള്ളത് നമുക്ക് പഠിക്കുവാനിടയായി. അതിനുശേഷം മനുഷ്യന്റെ ഏകത, യൂണിറ്റി ഓഫ് മാൻ. അതിനുശേഷം നമ്മൾ കണ്ടതായിട്ടുള്ള കാര്യം മനുഷ്യന്റെ ശരീരം, മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് മനുഷ്യന്റെ അഭൗതിക ഭാഗം, ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ. അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്വരൂപവും സാദൃശ്യവും എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഈ അഭൗതിക ഭാഗം അതിൻ്റെതായ വിഭജനത്തോടുള്ള ബന്ധത്തില് ദൈവ മക്കളുടെ മധ്യത്തിലുള്ളതായിട്ടുള്ള ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇമ്മെറ്റീരിയൽ പാർട്ട്, അതിൻ്റെതായ ഡിവിഷൻ ഓഫ് ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ. മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഭാഗം എന്നുള്ളത് അവന്റെ ശരീരമാണ് നമുക്കറിയുവാനായിട്ട് കഴിയും. എന്നാൽ അഭൗതികമായിട്ടുള്ള ഭാഗം അത് ഏത് നിലയിലുള്ളതാണ്, അതിന്റെ വിഭജനം എങ്ങനെയാണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ദൈവവചന പഠിതാക്കളുടെ മധ്യത്തില് ഈ മനുഷ്യൻ്റെതായിട്ടുള്ള അവന്റെ അഭൗതിക ഭാഗത്തിന്റെ വിഭജനത്തോടുള്ള ബന്ധത്തില് നമുക്കറിയാം ട്രൈക്കോട്ടമിസ്റ്റ് എന്ന് പറയാറുണ്ട്, ട്രൈക്കോട്ടമി എന്ന് പറയാറുണ്ട്. അത് ത്രിവിധ വാദികളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെയാണ് ട്രൈക്കോട്ടമിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ത്രിഭാഗവാദികൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിധത്തിലുള്ളതായ ആളുകളുണ്ട്, ഡൈക്കോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ്വിഭാഗവാദികൾ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതായിട്ടുള്ള അഭൗതിക ഭാഗം എന്ന് പറയുന്നത് അത് മനുഷ്യന് ശരീരവും അതുപോലെ തന്നെ മനുഷ്യന് ആത്മാവും മാത്രമാണ്. അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളത് അതുപോലെ പ്രാണൻ എന്ന് പറഞ്ഞാലും ആത്മാവ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് ഡൈക്കോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രൈക്കോട്ടമി അല്ലെങ്കിൽ ത്രിഭാഗവാദികൾ എന്നുള്ളതാണ്. ഇന്ന് ദൈവ മക്കളുടെ മധ്യത്തില് പൊതുവെ നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഇന്ന് വേർപെട്ട ജനസമൂഹം പൊതുവെ വിശ്വസിക്കുന്നത് ഈ ട്രൈക്കോട്ടമി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, അല്ലെങ്കിൽ മനുഷ്യന് ശരീരവും മനുഷ്യന് പ്രാണൻ അതുപോലെ തന്നെ ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്? അതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് ആദ്യമായിട്ട് വായിക്കുന്നതായിട്ടുള്ള വേദഭാഗം എന്ന് പറയുന്നത് 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. 1 തെസ്സലോനിയർ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ എടുത്ത് വായിക്കണമേ, കാരണം അത് നമുക്ക് മറ്റുള്ളവർക്കും അത് പഠിക്കുവാനായിട്ട് മുഖാന്തരമാകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് വായിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ അതിന്റെ 5-ന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ ആത്മാവ്, പ്രാണന്
അതുപോലെ തന്നെ നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴും നമുക്ക് ആ ആത്മാവിനെയും പ്രാണനെയും കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രാണനും ആത്മാവും കാക്കപ്പെടുമെന്നാണ് അവിടെ പറയുന്നത്. കാരണം ഇത് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിലും അത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രൈക്കോട്ടമിസ്റ്റ് ആളുകൾ, അവര് ത്രിവിധ ഭാഗവാദികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാര്, അവര് വിശ്വസിക്കുന്നത് മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട് എന്ന് അത് വാദിക്കുന്നതിന്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. മറ്റൊരു വാക്യം അതിന് ഉപോത്ബലകമായിട്ട് പറയുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 3-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യഭാഗങ്ങളിൽ മറ്റൊരു ചിന്ത ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് 3 വിധത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ജഡീക മനുഷ്യനെ കുറിച്ച് പറയുന്നു, ആത്മീക മനുഷ്യനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഈ പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ച് താൻ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അവന് ദൈവാത്മാവിന്റെ ചിന്തയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ ജഡീക മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആത്മീയനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയാതെ അവൻ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിന്റെ ജഡീകമായിട്ടുള്ള ചിന്തകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ആത്മീക മനുഷ്യന് ഏത് നിലയിലുള്ളവനാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 വിധത്തിലുള്ളതായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉപദേശം അവന് കൈക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ സുവിശേഷം കേൾക്കുമ്പോഴോ ആത്മീയ വിഷയങ്ങൾ കേൾക്കുമ്പോഴോ അത് അവനെ സ്പർശിക്കാതെ, അവനത് ചിന്തിക്കുവാനായിട്ട് കഴിയാതെ, അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആളുകളാണ് ഈ നമുക്കറിയാം ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കേൾക്കുവാനായിട്ട് കൈക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ജഡീക മനുഷ്യന് രക്ഷിക്കപ്പെട്ടതാണ് എങ്കിൽ തന്നെയും അവൻ ആത്മീകമായിട്ട് ജീവിക്കുവാൻ, ആത്മാവിനെ അനുസരിച്ചുള്ളതായ ജീവിതം ജീവിക്കുവാൻ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് കഴിയാത്തതായ മനുഷ്യനാണ്. അവനെ സംബന്ധിച്ച് ദൈവോന്മുഖമായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുവാനോ ആത്മീകമായിട്ട് ബലപ്പെട്ട് ജീവിക്കുവാനോ കഴിയാത്തതായ ഒരു മനുഷ്യനാണ്. അവന് ലോകത്തിൻ്റെതായ ചിന്തയാണ് പ്രധാനം, അല്ലെങ്കിൽ തൻ്റെ ജഡത്തിൻ്റെതായ ചിന്തയ്ക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. നാം അറിയുന്ന പോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തയ്ക്ക് വളരെ വിപരീതമാണ്. അതുകൊണ്ട് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു ആത്മീകമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് ആത്മാവിനാൽ നിറയുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ് ഒരു ആത്മീക മനുഷ്യൻ്റെതായിട്ടുള്ള ജീവിതം. അതിനോടനുബന്ധിച്ച് ബൈബിളിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അതിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ടെങ്കിൽ ദേഹമെന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ലോകത്തോട് നമ്മൾ ബന്ധപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം കൊണ്ടാണ് നമ്മൾ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ ശരീരം കൊണ്ടാണ് നമുക്ക് ഉച്ഛ്വാസം ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുപോലെ ലോകത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് എല്ലാം നമ്മുടെ ദേഹം മുഖാന്തരമായിട്ടാണ്. അത് ബാഹ്യ ലോകമായിട്ട് ബന്ധപ്പെടുന്നു. എന്നാൽ ഈ ദേഹം എന്ന് പറയുമ്പോൾ, ദേഹി എന്ന് പറയുമ്പോൾ
അത് നമ്മുടെ സ്വയത്തോടുള്ള ബന്ധത്തിലാണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടതായ കാര്യമാണ്. അവർ പേഴ്സണൽ ലൈഫ്, നമുക്ക് ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള വ്യക്തിത്വത്തോടുള്ള ബന്ധത്തില് ഒക്കെയും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ ദേഹി എന്നുള്ളത്. ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ തന്നെ ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ആത്മാവ് എന്നുള്ളത്. നമുക്കറിയാം, ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടുവാനായിട്ട് ദൈവം ഒരുക്കിയതായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആത്മാവ് ദൈവം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മാവുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ അത് വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാവുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുമ്പോൾ, നമ്മളെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ച് ദൈവമക്കളായിട്ട് നമ്മൾ തീരുന്നതായിട്ടുള്ള മാത്രയില് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെടുകയാണ്. വി ആർ ഇൻഡ്വെൽറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരുവന് ഇല്ല എന്ന് പറഞ്ഞാൽ അവന് ദൈവത്തിനുള്ളവനല്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം ആത്മാവിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിനുള്ളവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവന് ദൈവത്തിന്റെ ആത്മാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്ന് നമുക്ക് പറയാനായിട്ട് അവകാശമില്ല. എന്നാൽ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതായ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായ കാര്യമില്ല. അത് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ, അപ്പോസ്തലന്മാരോട് ബന്ധത്തിൽ പറഞ്ഞ കാര്യമാണ്. നമ്മളോടുള്ള ബന്ധത്തില് നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള വേളയില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ തീരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 വിധത്തിലുള്ളതായിട്ടുള്ള പ്രാകൃത മനുഷ്യനും ജഡീക മനുഷ്യനും ആത്മീക മനുഷ്യനും എന്നുള്ള ആ ഒരു പഠനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതും നമ്മൾ ട്രൈക്കോട്ടമിസ്റ്റിനുള്ള ബന്ധത്തില് മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള 3 ഘടകങ്ങളുണ്ട് എന്നുള്ളത് തെളിയിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം ഇതിന് ഉപോത്ബലമായിട്ട് പറയുന്നത്, ദൈവം ത്രിയേകനാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതേ നിലയിൽ തന്നെ മനുഷ്യനോടുള്ള ബന്ധത്തിലും അവന് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, വേർപെട്ട ദൈവമക്കളുടെ മധ്യത്തില്, പ്രത്യേകിച്ച് ബ്രദറൻ വിശ്വാസികളുടെ മധ്യത്തില് ഭൂരിഭാഗം ആൾക്കാരും വളരെ ചുരുക്കം ചിലർ മാത്രമേ മറ്റൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നുള്ളൂ. പൊതുവെ എല്ലാവരും തന്നെ ദൈവമക്കളെ വിശ്വസിക്കുന്നതാണ് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങൾ മനുഷ്യന് ഉണ്ട് എന്നുള്ളത് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതേസമയം തന്നെ നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് ഡൈക്കോട്ടമി, അല്ലെങ്കിൽ മനുഷ്യന് ദ്വിഭാഗവാദികളായിട്ടുള്ള ആളുകൾ. 3 മനുഷ്യന് ശരീരം, അതുപോലെ തന്നെ പ്രാണൻ അഥവാ ആത്മാവെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഈ പ്രാണനും ആത്മാവും രണ്ടല്ല, ഒരു കാര്യം തന്നെയാണ്. അത് 2 വിധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് ഡൈക്കോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. അവര് ദേഹം, ദേഹി അഥവാ ആത്മാവെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവര് അത് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പറയുന്നതായിട്ടുള്ള ഒരു വാക്യഭാഗം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ തന്നെ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകൾ വാദിക്കുന്നത് മനുഷ്യന് ശരീരമുണ്ടായി, മനുഷ്യന്റെ ശരീരം നിലത്തെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു, ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം മൂക്കിലെ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അത് മുഖാന്തരമായിട്ട് അവന് ആന്തരികമായിട്ട് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അതൊരു പക്ഷെ പ്രാണനെന്നോ അല്ലെങ്കിൽ ആത്മാവെന്നോ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. പ്രാണനാണെങ്കിലും ആത്മാവാണെങ്കിലും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാര്. അതിന് അവർ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ മരിക്കുന്നതായിട്ടുള്ള സമയത്ത് ശരീരം
അവന്റെ പൊടിയിലേക്ക് തിരികെ ചേരുകയാണ്. ആത്മാവ് അവന് നൽകിയതായിട്ടുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. ഇത് വായിക്കേണ്ട കാര്യമില്ല. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവര് പറയുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 46-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഓ, ആ വാക്യത്തിൽ തന്നെ പറയുകയാണ്, പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. താൻ ആത്മാവിനെ അതുപോലെ തന്നെ പ്രാണനെ ഒരുപോലെ അവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാര് ഈ വിധത്തില് ചിന്തിക്കുവാൻ, ഡൈക്കോട്ടമിസ്റ്റ് ആൾക്കാര് മനുഷ്യന്റെ അഭൗതിക ഭാഗം എന്ന് പറയുന്നത് 2 പ്രധാന ഭാഗങ്ങളില്ല, ഒന്ന് തന്നെയാണ്, 2 പേരിൽ അത് അറിയപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ഘടനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പൊതുവെ നമ്മൾ വിശ്വസിച്ച് വരുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സഭാചരിത്രത്തിൽ, നമ്മുടെ ക്രിസ്തീയ സഭാചരിത്രത്തില് ആദ്യകാലം മുതലേ വെസ്റ്റേൺ തിയോളജിയൻസ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യരായിട്ടുള്ള തിയോളജിയൻസ്, വെസ്റ്റേൺ കൺട്രീസിലുള്ളതായ തിയോളജിയൻസ് പണ്ട് കാലം മുതല് അവര് ഡൈക്കോട്ടമിയാണ് വിശ്വസിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദേഹവും ദേഹി അഥവാ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഡൈക്കോട്ടമിസ്റ്റ്, അവർ വെസ്റ്റേൺ കൺട്രീസ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ തിയോളജിയൻസ് പണ്ട് മുതൽ തന്നെ ട്രൈക്കോട്ടമിയാണ് വിശ്വസിച്ചത്. എന്ന് വെച്ചാൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ മനുഷ്യനുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു വലുതായിട്ടുള്ള ഒരു വിവാദ വിഷയമായിട്ട് തീരേണ്ടതായിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്ക് അറിയുന്നത് പോലെ തന്നെ അല്പം സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അത് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ദൈവജനത്തിന്റെ മധ്യത്തില് മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട് എന്നാണ് പൊതുവായിട്ട് വിശ്വസിച്ച് വരുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതായിട്ടുള്ള കാര്യമാണ്, മനുഷ്യന്റെ അഭൗതിക ഭാഗം. അതിനുശേഷം മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ വിഭജനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ തന്നെ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, മനുഷ്യന്റെ ഈ അഭൗതികമായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ പ്രാണൻ, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? മനുഷ്യന്റെ അഭൗതികമായ ഭാഗം, ഇമ്മെറ്റീരിയൽ പാർട്ട്, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അതിനൊരു ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുവാനായിട്ട് ഇടയായി തീരും, മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഉത്ഭവം. മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഉത്ഭവം, ദ ഒറിജിൻ ഓഫ് ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ. ദ ഒറിജിൻ ഓഫ് ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് മാൻ, മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഉത്ഭവം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമുക്കൊരു ശരീരമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ഈ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ ദേഹം, ദേഹി ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ ആത്മാവ്, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? മനുഷ്യന്റെ അഭൗതിക ഭാഗം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 3 സിദ്ധാന്തങ്ങളുണ്ട്. 3 കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയാണ്. മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഉത്ഭവത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂർവാസ്തിക്യ സിദ്ധാന്തം എന്നുള്ളതാണ്. പൂർവാസ്തിക്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ പ്രീ എക്സിസ്റ്റൻസ് തിയറി എന്ന അതിനെക്കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ് ഗ്രീക്ക് ദാർശനികന്മാരായിട്ടുള്ള ആളുകൾ, ഗ്രീക്ക് ചിന്താഗതിക്കാർ എങ്ങനെയാണ് വിശ്വസിച്ചത്, അതുപോലെ തന്നെ പല വിധത്തിലുള്ളതായിട്ട് ലോകത്തിലെ ആളുകൾ എങ്ങനെ വിശ്വസിച്ചിരുന്നു, എന്താണ് ഈ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് മറ്റൊരു ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ആത്മാവ് മനുഷ്യൻ ജനിക്കുന്നതായ സമയത്ത് അവന്റെ ശരീരത്തിലേക്ക് വന്നു ചേരുകയാണ്. അമ്മയുടെ ഗർഭത്തില് അവന് ഉരുവാകുന്നതായിട്ടുള്ള സമയത്തില് ആ ആത്മാവ് മറ്റൊരു ലോകത്തിൽ നിന്ന് വന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്.
അത് വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്താഗതി അല്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയുവാനായിട്ട് കഴിയും. കാരണം നമ്മൾ പൊതുവെ വിശ്വസിച്ച് വരുന്നതായിട്ടുള്ള കാര്യം, ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ജനിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരു ലോകത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആത്മാവല്ല നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. പക്ഷേ അതിനോടുള്ള ബന്ധത്തില് വളരെ ആശയങ്ങള് പ്രത്യേകിച്ച് വിവാദങ്ങൾ ഉളവാകുന്ന ഒരു വാക്യഭാഗമുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഓർക്കുക, ജന്മനായ കുരുടനായ മനുഷ്യനെ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി ജനിക്കുവാൻ തക്കവണ്ണം ഇവനാണോ ഇവന്റെ മാതാപിതാക്കളാണോ പാപം ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ അവന് ജന്മനാ കുരുടനായിരിക്കുന്ന മനുഷ്യന് എപ്പോഴാ അങ്ങനെ നേരത്തെ പാപം ചെയ്യുവാനായിട്ട് കഴിയുന്നത്? അപ്പോൾ ജനനത്തിന് മുമ്പ് അവൻ ആസ്തിക്ക് ഉണ്ടായിരുന്നു, അവന്റെ ആത്മാവ് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം വരും. പക്ഷേ ഇത് ദൈവവചനത്തിന്റെ ഉപദേശമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശിഷ്യന്മാര് ചോദിച്ച ചോദ്യമാണ്. ഈ ശിഷ്യന്മാർ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലഘട്ടത്തില് നിലനിന്നതായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ പല അന്ധവിശ്വാസങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, അല്ലേ? നമുക്ക് ചുറ്റും അനേക അന്ധവിശ്വാസങ്ങളുണ്ട്. അതെല്ലാം ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഒരു അന്ധവിശ്വാസമായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളുടെ മധ്യത്തില് ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് ശിഷ്യന്മാർ പറയുന്നത്. എന്താ ചിന്താഗതി? ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവന്റെ അമ്മപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഈ മനുഷ്യന് ജന്മനാ കുരുടനായിട്ട് ജനിച്ചത് എന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ബൈബിളിനെ അധികരിച്ച് ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കാനിടയുണ്ട്. ഇവിടെ സ്ഥാപിക്കപ്പെടുകയല്ലേ മനുഷ്യന് നേരത്തെ ഒരു ആസ്തിക്യം ഉണ്ടായിരുന്നു എന്നുള്ളത്? മറ്റുള്ള ഹിന്ദുക്കൾ പറയുന്ന പോലെ തന്നെ, മറ്റുള്ള മതക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ ആസ്തിക്യം ഉണ്ടായിരുന്നു. റീഇൻകാർണേഷൻ, പുനർജന്മ സിദ്ധാന്തം അത് ഇവിടെ സ്ഥാപിക്കപ്പെടുകയല്ലോ എന്ന് ചോദിക്കാൻ ഇടയുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇത് ദൈവവചനത്തിൻ്റെതായ ഒരു ഉപദേശമല്ല. കാരണം ഈ ശിഷ്യന്മാർ അന്ന് നിലനിന്നതായിട്ടുള്ള ഒരു ചിന്താഗതി യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ആത്മാവ് മറ്റൊരു ലോകത്ത് നിലനിൽക്കുന്നു, അത് ഈ മനുഷ്യനായിട്ട് വരുന്നു, അടുത്ത ഒരു ജന്മത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ഉപദേശം ബൈബിളിന്റെ ഉപദേശമല്ല എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പൂർവാസ്തിക്യ സിദ്ധാന്തം, മനുഷ്യന്റെ അഭൗതിക ഭാഗം മറ്റൊരു ലോകത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള വാദം, അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ള വാദം ശരിയായിട്ടുള്ളൊരു വാദഗതി അല്ല അതെന്നുള്ളത് നമുക്ക് തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ക്രിയേഷൻ തിയറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടി സിദ്ധാന്തം എന്നുള്ളതാണ്. സൃഷ്ടി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാക്കുന്നത്, ചില ആൾക്കാര് അവര് വിശ്വസിക്കുന്നത് മനുഷ്യൻ ഈ ലോകത്തില് ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു മാതാവിന്റെ ഉദരത്തില് ജന്മമെടുക്കുന്നതായിട്ടുള്ള സമയത്ത് ആ മനുഷ്യൻ്റെതായിട്ടുള്ള ജീവൻ ഉത്ഭവിക്കുന്നതായ സമയത്ത് തന്നെ ദൈവം ഒരു ആത്മാവിനെ അവന് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ജനനത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ അവൻ ഉരുവാകുന്ന സമയത്ത് തന്നെ മനുഷ്യന്റെ ശരീരത്തോടൊപ്പം തന്നെ ഒരു ആത്മാവിനെയും ദൈവം ഓരോ വ്യക്തിപരമായിട്ടുള്ള നിലയിൽ ആത്മാവിനെ സൃഷ്ടിച്ചാണ്, അങ്ങനെയാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്നുള്ള സിദ്ധാന്തമാണ്. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ചിന്താഗതി എന്തുകൊണ്ടാണ് നമുക്കറിയാം, ദൈവവചന പഠിതാക്കൾ, ചില തിയോളജിയൻസ്, എക്സെപ്ഷണൽ ആയിട്ടുള്ള നിലയിലുള്ള തിയോളജിയൻസ് ഇത് വിശ്വസിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരത് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ
ഓരോ ആത്മാവിനെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ മാത്രമേ അല്ലേ യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിക്കാനായിട്ട് കഴിയുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പാപമില്ലാത്ത ഈ ലോകത്തിൽ ജനിക്കണമെങ്കിൽ അവന്റെ ആത്മാവിനെ പ്രത്യേകമായ നിലയിൽ സൃഷ്ടിച്ചിട്ടല്ലേ കടന്നു വന്നത്, അല്ലെങ്കിൽ അവൻ പാപമുള്ളവനായിട്ടല്ലേ ജനിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സൃഷ്ടിവാദത്തിന് വേണ്ടി അനുകൂലമായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള ചില തിയോളജിയൻസ് അത് അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാവുന്ന വസ്തുത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പാപരാഹിത്യം, യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അവനെ ഒരു പ്രത്യേക നിലയിൽ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ്? വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പൂർവ്വ ആസ്തിക്യം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു നിത്യനായിരിക്കുന്ന ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം സാക്ഷാൽ ദൈവമായിരുന്നു. ആ സാക്ഷാൽ ദൈവമായിരുന്ന ആ വ്യക്തിയാണ്, ആ ദൈവമാണ് മനുഷ്യനായിട്ട് കടന്നു വന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ വ്യക്തിത്വത്തിനും മാറ്റം വരുന്നില്ല. അവന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യനായിരിക്കുന്ന ദൈവമായിട്ട് എങ്ങനെയായിരുന്നു ആ വ്യക്തി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അവന്റെ വ്യക്തിത്വത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ വചനം ജഡമായി തീരുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാക്ഷാൽ കാരണഭൂതനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യ വേഷത്തിലേക്ക് അവനിവിടെ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ സമയത്തും അവന്റെ വ്യക്തിത്വത്തിന് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തില് എങ്ങനെയാണ് അവന് പാപരഹിതനായിട്ട് ഭൂമിയിൽ ജനിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവമാണ് മനുഷ്യനായി തീരുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യനാകുമ്പോൾ ഒരിക്കലും അവന് പാപം ഉണ്ടാകുവാനായിട്ട് സാധ്യതയില്ല എന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ നിഴലെടുത്ത് ആ മനുഷ്യന്റെ സഹജമായിട്ടുള്ള, അല്ലെങ്കിൽ മറിയ പാപിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്, യാതൊരു സംശയവുമില്ല. ലോകത്തുള്ള സകല മനുഷ്യരും പാപികളായിരിക്കുന്നത് പോലെ തന്നെ ഈ മറിയയും പാപിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് അത് മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. എന്നാൽ പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പാപരഹിതനായിട്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് കഴിയുന്നതെന്ന് ചോദിച്ചാൽ, അവിടെയാണ് ദൈവദൂതൻ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിടും. ജനിക്കുന്നതായിട്ടുള്ള പ്രജ, അല്ലെങ്കിൽ ജനിക്കുന്നവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവൻ വിശുദ്ധനായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി ജനിക്കുമ്പോൾ അവൻ ദൈവമാണ്. അതേ സമയം തന്നെ അവൻ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ പാപം ഒട്ടും ലേശമേശാത്തവനായി ജനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവാണ് സഹായിച്ചത് എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനാകുമ്പോൾ അവന്റെ വ്യക്തിത്വത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. അതൊരു സംശയരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ മറിയയുടോ അല്ലെങ്കിൽ ആദാമ്യ പാപമോ അവനിലേക്ക് കടന്നു വരുന്നില്ല. കാരണം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. ആ കാര്യം അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയും. ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മറിയയുടെ രക്തം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പാപം കടന്നു വരുന്നത് എന്നൊക്കെ ചോദ്യമുണ്ട്. അതിന് വലിയ പ്രസക്തി ഇല്ലാത്തതായ ചോദ്യമാണ്. നമുക്കറിയാം, മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളത്, മറിച്ച് മനുഷ്യന് പാപം എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. ഇറ്റ് ഈസ് എ നേച്ചർ. സിൻ ഈസ് എ നേച്ചർ. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ബ്ലഡ് ഓർ എനിത്തിങ്. ഫിസിക്കലായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിലല്ല, മനുഷ്യന്റെ സ്വഭാവമാണ് മലിനമായിരിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ മനുഷ്യന് ആദാമ്യ സ്വഭാവത്തിനാണ് മാറ്റം വരുന്നത്. ഹി ഹാസ് ഇൻഹെറിറ്റഡ് എ സിൻ നേച്ചർ. ആ ഒരു പാപത്തിൻ്റെതായ സ്വഭാവം സകല മനുഷ്യരിലും പരന്നിരിക്കുകയാണ്. അത് നമുക്കറിയാം മറിയയിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ പാപ സ്വഭാവം യേശുക്രിസ്തുവിലേക്ക് വന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ടാണ്
കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്നല്ലോ, അങ്ങനെയാണെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ചത് കൊണ്ട് നമുക്കറിയാം എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മിസ്റ്റേക്കും ഒരിക്കലും വന്നിട്ടില്ല. യേശു ക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഹി കനോട്ട് സിൻ ഓർ ഹീസ് അൺഎബിൾ ടു സിൻ. അവന് ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ നമുക്കറിയാം പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണെങ്കിലും അവനിൽ പാപം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി തീർന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായിട്ട് തീർന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ഈ സിദ്ധാന്തത്തോടുള്ള ബന്ധത്തില് കാണുന്നതായിട്ടുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിച്ചു വരുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ മനുഷ്യന്റെ അഭൗതികമായിട്ടുള്ള പാകം എന്ന് പറയുന്നത് ദൈവം അപ്പോഴപ്പോഴ് സൃഷ്ടിക്കുന്നു എന്നുള്ള വാദമുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ ചിന്തിച്ചത് മനുഷ്യന്റെ അഭൗതികമായിട്ടുള്ള ഭാഗം മറ്റൊരു ലോകത്ത് നിലനിൽക്കുന്നു, അത് തെറ്റായിട്ടുള്ള ആശയമാണ്. അതുപോലെ സൃഷ്ടിപ്പ് സിദ്ധാന്തം അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൃഷ്ടി സിദ്ധാന്തം കറക്റ്റ് ആണെങ്കിൽ ഓരോ ആത്മാവിനെയും ദൈവം സൃഷ്ടിക്കുകയാണ്. ഓരോ മനുഷ്യനെ ജനിക്കുന്നതായിട്ടുള്ള സമയത്ത് ആത്മാവിനെ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പാപ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വന്നു പറയാനായിട്ട് കഴിയുന്നത്? ആദാമിന്റെ പാപ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വന്നു എന്ന് എങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും? അവിടെ നമുക്കത് തെളിയിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോ ആത്മാവിനെയും ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ പാപരഹിതമായിരിക്കുന്ന നിലയിലല്ലേ സൃഷ്ടിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അപ്പോൾ പൂർവാസ്തിക സിദ്ധാന്തം എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല സൃഷ്ടി സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചന അടിസ്ഥാനത്തിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പൈതൃക ആർജിത സിദ്ധാന്തം അല്ലെങ്കിൽ ട്രഡീഷൻ തിയറി എന്നുള്ള ഒരു തിയറിയെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ പൈതൃകാർജിത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളെ ശരീരം സ്വീകരിക്കും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ശരീരം ലഭിക്കുന്നത് അവന്റെ മാതാപിതാക്കളിൽ നിന്നാണ്. അതേ നിലയിൽ തന്നെ അഭൗതിക ഭാഗവും ആ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ അഭൗതിക ഭാഗവും ഒരുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 51 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. 51 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ശരീരം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ അഭൗതിക ഭാഗവും അവരിൽ നിന്ന് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ പാപ സ്വഭാവം. നമുക്കറിയാം ദാവീദ് പാപം ചെയ്തപ്പോൾ അവനെ തന്നെ മനസ്സിലാക്കിയാണ് അവന്റെ ആ പാപ അവസ്ഥയെ കുറിച്ച്. താൻ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യം താൻ ചെയ്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായിട്ട് താൻ പറയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ജന്മത്തിൻ്റെതായ സമയത്ത് തന്നെ മനുഷ്യന് പാപിയാണെന്നുള്ള കാര്യമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു പാപ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ആ പാപ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ വായിക്കാം. റോമർ 5-ന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും
ലോകത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ എല്ലാവരിലും മരണം പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രധാനപ്പെട്ടതായ വാക്യമാണ്. ഏക മനുഷ്യനായിരിക്കുന്ന ആദാം പാപം ചെയ്തത് മുഖാന്തരമായിട്ട് എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരായിട്ട് തീരുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് മനുഷ്യന് ലോകത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് മനുഷ്യൻ ഒരിക്കലും ചെയ്യരുതാത്തതായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്? അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് ഏക മനുഷ്യനായിരിക്കുന്ന ആദാം പാപം ചെയ്തതിലൂടെ സകല മനുഷ്യരും പാപികളായിട്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീരുന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ, അവന്റെ ക്രൂശുമരണത്താൽ നമുക്ക് പാപവിമോചനവും ലഭിക്കുവാനായിട്ട്. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അതാണ്, അതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ ആദാം പാപം ചെയ്തപ്പോൾ ആ പാപം സകല മനുഷ്യരാശിയിലേക്കും കടന്നു വരുവാനിടയായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി ഒരു യാഗം ഒരുക്കിയപ്പോൾ ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ പാപത്തിൽ നിന്നുള്ള ആദാമ്യ പാപത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയാൽ ഉണ്ടാകുന്ന ആ പാപത്തിന് ഒക്കെയും നമുക്ക് വിമോചനം നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെതായ ഒറ്റപ്പെട്ട പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പാപത്തിന് വേണ്ടി മനുഷ്യന് അവന് അനുതപിച്ചു കഴിഞ്ഞാൽ അവന് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങൾക്കൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ എന്റെ ജന്മന കർമ്മന ഉള്ള പാപം, ഞാന് പാപത്തിൽ ഉരുവായ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇന്ന് പാപം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ എനിക്ക് നേടണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിനൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ അഭൗതിക ഭാഗവും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് അത് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം കൊണ്ടുവരുന്നത് എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് അത്. അത് പ്രത്യേകിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു എന്ന് തെളിയിക്കുന്ന വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. അവന്റെ പിതാവിനെ മൽക്കീസേദക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഇവിടെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് 2 പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ലേവ്യ പൗരോഹിത്യമാണ്. അത് ലേവ്യ പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ മുഖാന്തരമായിട്ട് ആ ലേവി ഗോത്രത്തിലുള്ളവർക്കാണ് ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ട്, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള പൗരോഹിത്യം ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ 7-ാം അധ്യായത്തിലെ എബ്രായ ലേഖനകാരൻ മറ്റൊരു പൗരോഹിത്യത്തെ കുറിച്ച് പറയുക. എന്താ മറ്റൊരു പൗരോഹിത്യം? മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയും. ഇതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തില് ലോത്തിനെ 2 വിധത്തിലുള്ള രാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടത്തില് സോതോമിലായിരുന്നതായിട്ടുള്ള ലോത്തിനെ ശത്രുക്കള് അവര് കവർച്ചയായിട്ട് കൊണ്ടുപോയി അവന്റെ ധനവും അവന്റെ വീട്ടിലുള്ള എല്ലാവരെയും അവര് പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമുക്കറിയാം അബ്രഹാമിന്റെ ഭവനത്തിലുള്ളതായ യോദ്ധാക്കളായിട്ടുള്ള ആളുകള് അവരെ ചെന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള വേളയിൽ ആ രാജാക്കന്മാരൊക്കെ കടന്നു വരുമ്പോൾ ശാലേം രാജാവായിരിക്കുന്ന മെൽക്കിസദേക്ക് ഈ അബ്രഹാമിനെ, ഈ വിജയിച്ചു വരുന്നതായിട്ടുള്ള അബ്രഹാമിനെ എതിരേറ്റ് ചെന്ന് അവൻ അപ്പവും വീഞ്ഞും ഒക്കെ കൊടുക്കുന്നതായ ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ അപ്പവും വീഞ്ഞും ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള വേളയില് നമുക്കറിയാം അവിടെ അബ്രഹാം എന്ത് ചെയ്യാണ്? അബ്രഹാം തന്റെ കൊണ്ടുവന്നതായിട്ടുള്ള കാര്യങ്ങളിൽ സകലത്തിലും ദശാംശം കൊടുത്തു. ആർക്ക്? മെൽക്കിസദേക്കിന് കൊടുത്തു എന്നുള്ളതാണ്. മെൽക്കിസദേക്കിനെ സംബന്ധിച്ച് ആരാണ്? അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ അവന് ആദ്യവുമില്ല അന്ത്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ മൽക്കീസദേക്കിന് മാതാപിതാക്കൾ ഇല്ലായിരുന്നു എന്നുള്ളതല്ല. അതുപോലെ തന്നെ മൽക്കീസദേക്ക് ആദ്യന്ത വിഹീനനായിരിക്കുന്ന വ്യക്തിയാണെന്നല്ല. പിന്നെന്താണ്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് അതിന്റെ 18 മുതൽ 20 വരെ വാക്യങ്ങളൊന്ന് വായിച്ച്. ശാലേം ഉൽപ്പത്തി പുസ്തകം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. മതി, സ്വർഗത്തിലും അത്രയും മതി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെ കുറിച്ച് പറയുമ്പോൾ, മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മാതാപിതാക്കള് കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ യേശുക്രിസ്തുവിന്റെ ഒരു സാദൃശ്യമായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലായിട്ട് എടുത്തുകൊണ്ടാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യന്ത വിഹീനനായിരിക്കുന്ന ദൈവത്തിനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സാദൃശ്യമായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലായിട്ട് മെൽക്കിസദേക്കിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ 7-ാം അധ്യായത്തിൽ അത് അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കാര്യം എബ്രായ ലേഖനകാരന് തെളിയിക്കുവാനായിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അവൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാം അതുപോലെ തന്നെ മെൽക്കിസദേക്കിനെ സ്വീകരിക്കുമ്പോൾ, അവന് ദശാംശം കൊടുക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള ലേവി ഗോത്രം എന്ന് പറയുന്നത്, ലേവി എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിൽ ഓൾറെഡി ഉള്ളതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ ആ മെൽക്കിസദേക്കൻ പ്രീസ്റ്റ്ഹുഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു ആശയം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ്? ഈ അബ്രഹാമില് ലേവി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഭൗതികമായിട്ടുള്ള ശരീരവും നമ്മുടെ അഭൗതികമായിട്ടുള്ള ഭാഗവും മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതെന്ത് തന്നെയാണെങ്കിലും ആ ഭാഗത്ത് എബ്രായ ലേഖനകാരൻ സ്ഥാപിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ കർത്താവായ യേശുക്രിസ്തു മെൽക്കിസദേക്കിൻ പ്രീസ്റ്റ്ഹുഡ്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഏറ്റവും വലിയതായിട്ടുള്ള മഹാപുരോഹിതനാണ്. അവന്റെ പൗരോഹിത്യം വന്നതോടുകൂടെ ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നിരിക്കുന്നു എന്നുള്ളത് സ്ഥാപിക്കുവാനാണ് എബ്രായ ലേഖനകാരൻ അപ്രകാരം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ 3 സിദ്ധാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് പൂർവാസ്തിക്യ സിദ്ധാന്തം എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ ആത്മാവ് നേരത്തെ മറ്റൊരു ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന ചിന്തയാണ്. അത് ഗ്രീക്ക് വേൾഡിൽ ഉള്ളതാണ്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. സൃഷ്ടി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് നമ്മുടെ ശരീരവും നമ്മുടെ അഭൗതിക ഭാഗവും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ചിന്തിച്ചതായ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ അഭൗതിക ഭാഗത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മനുഷ്യന്റെ അഭൗതിക ഭാഗം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വിചിന്തനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.